വെൽക്കം ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. നമുക്കിന്ന് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാകാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം. ഇത് നമ്മൾ കഴുകി എടുത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളമയം ഉണ്ടാവും. അതുകൊണ്ട് വറുത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇതിലെ വെള്ളമയമൊക്കെ മാറി കൈകൊണ്ട് ഒടിക്കുമ്പോൾ ഒടിഞ്ഞു വരുന്ന ഒരു പാകത്തിന് വേണം വറുത്തെടുക്കാൻ. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഈ ഒരൊറ്റ ചമ്മന്തിപ്പൊടി മതി നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാൻ. ഉണക്കച്ചെമ്മീൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് ഒടിച്ചു നോക്കുമ്പോൾ രണ്ടായിട്ട് ഒടിഞ്ഞു വരും. ആ ഒരു പരുവത്തിനാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിനു ശേഷം വേണം ചമ്മന്തി പൊടിക്കാൻ. വറുത്തെടുത്ത ചെമ്മീൻ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉണക്കമുളക് വറുത്തെടുക്കാം. ഞാൻ 8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളക് എടുക്കേണ്ടതാണ്. ഉണക്കമുളക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി പൊടിക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 5 ചെറിയുള്ളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് അടർത്തിയിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ, ഉണക്കമുളക്, വാളംപുളി, ചെറിയ ഉള്ളി എന്നിവ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം തേങ്ങ, ഉണക്കമുളക്, ചുവന്നുള്ളി എന്നിവ എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.